CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നൽകിയ അപകീർത്തി കേസിൽ സ്വർണ്ണക്കടത്ത് കേസ് പ്രതി സ്വപ്ന സുരേഷിന് ജാമ്യം. തളിപ്പറമ്പ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരായാണ് സ്വപ്ന സുരേഷ് ജാമ്യമെടുത്തത്. പലതവണ ഹാജരാകാൻ സമൻസ് നൽകിയെങ്കിലും കേസിൽ ഒന്നാം പ്രതിയായ സ്വപ്ന സുരേഷ് കോടതിയിൽ ഹാജരായിരുന്നില്ല. പിന്നീട് കോടതി വാറണ്ട് പുറപ്പെടുവിച്ചതിനെ തുടർന്നാണ് ഹാജരായത്. മുഖ്യമന്ത്രിക്കും കുടുംബത്തിനും എതിരായ ആരോപണങ്ങൾ പിൻവലിച്ചാൽ 30 കോടി രൂപ വിജേഷ് പിള്ള മുഖേന MV ഗോവിന്ദൻ വാഗ്ദാനം ചെയ്തെന്നായിരുന്നു ഫേസ്ബുക്കിലൂടെ സ്വപ്നയുടെ ആരോപണം. മുഖ്യമന്ത്രിക്കും തനിക്കും ഇത് അപകീർത്തി ഉണ്ടാക്കിയെന്ന് കാട്ടിയാണ് ഗോവിന്ദൻ കോടതിയെ സമീപിച്ചത്. സ്വപ്നയ്ക്കെതിരെ CPM ഏരിയ സെക്രട്ടറി നൽകിയ പരാതിയിൽ പോലീസും കേസെടുത്തിരുന്നു. ഇത് റദ്ദാക്കണമെന്ന സ്വപ്നയുടെ ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയിലാണ്. ആരോപണങ്ങളിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് സ്വപ്ന സുരേഷ് പറഞ്ഞു. ജാമ്യം ലഭിച്ചോ? ജാമ്യം കിട്ടി. ജാമ്യം കിട്ടാനുള്ള കേസേ ഉള്ളൂ. അതെല്ലാം തളിപ്പറമ്പ് വരെ ഒന്ന് കാണാനുള്ള ഒരു അവസരം കിട്ടിയെന്നുള്ളതേ ഉള്ളൂ. ഗോവിന്ദൻ കാരണം ഞങ്ങൾക്ക് തളിപ്പറമ്പൊക്കെ ഒന്ന് കാണാൻ പറ്റി. എന്തായാലും ഈ ഗോവിന്ദൻ എന്തായാലും ഈ ക്രിമിനൽ കേസ് കൊടുത്തതിൻ്റെ കൂട്ടത്തിൽ എന്തോ 10 കോടി അങ്ങോട്ട് നഷ്ടപരിഹാരം വേണമെന്ന് പറഞ്ഞൊരു ഡിഫമേഷന് നഷ്ടപരിഹാരം വേണമെന്ന് പറഞ്ഞൊരു ആ നോട്ടീസിലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അദ്ദേഹത്തെ വെല്ലുവിളിക്കുകയാണ്, കോർട്ട് ഫീസ് അടച്ചൊന്ന് ആ സിവിൽ കേസൊന്ന് കൊടുക്കണം. ചുണയുണ്ടെങ്കിൽ അദ്ദേഹത്തിന് CPMൻ്റെ മുഴുവൻ പിന്തുണയുണ്ടല്ലോ, മുഖ്യമന്ത്രിയുടെയൊക്കെ കാശ് ധാരാളം ഉണ്ടല്ലോ, ഒന്ന് കൊടുക്കട്ടെ. ചുണയുണ്ടെങ്കിൽ കൊടുക്കട്ടെ. മാനനഷ്ടം സിവിൽ കേസ് ഹൈക്കോടതിയിൽ കോശം മൂവിയിട്ടുണ്ട്. വലിയ കാര്യമൊന്നുമില്ല. 100% ബിക്കോസ് ഇറ്റ് ഈസ് ഒരാൾ എൻ്റെ അടുത്ത് വന്നതാണ്. ഐ ഡിഡ്ന്റ് ഗോ ടു എനിബഡി ആൻഡ് ദേ പ്രോമിസ്ഡ് മീ ഓൾ ദിസ്. I don't have to create anything because I do not know this gentleman personally. And I never knew that somebody like this existed. അപ്പോൾ പിന്നെ ഞാൻ എങ്ങനെയാണ് അറിഞ്ഞുകൂടാത്ത ഒരാളിനെ കുറിച്ച് ഇല്ലാത്തത് പറയുക? So this is simply manipulated. ഗോവിന്ദൻ കാണിച്ച ആർജവം മുഖ്യമന്ത്രി മുകളിലൂടെ കാണിക്കണം എന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. കൊടുക്കട്ടെ. എല്ലാവരും മാനനഷ്ടത്തിന് കേസ് കൊടുക്കും. ഇത് സ്വപ്ന സുരേഷ് ഇഷ്ടംപോലെ മാനനഷ്ടം വരുത്തുന്ന രീതിയിലുള്ള സ്റ്റേറ്റ്മെൻറ്റ് മുഖ്യമന്ത്രിയും കുടുംബത്തിന് നേരെ പറഞ്ഞിട്ടുള്ളൂ. ചുണയുണ്ടെങ്കിൽ എല്ലാവരും മുമ്പോട്ട് വരട്ടെ, കേസ് കൊടുക്കട്ടെ. ധാരാളം CPM നേതാക്കൾക്ക് വരെ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ഗോവിന്ദനെ വന്ന് തട്ടിപ്പ് കാണിക്കുന്നതിൽ വരെ സിവിൽ കേസ് കൊടുക്കാൻ പറയും. മതി.